പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഡയലറുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ ഒരാളെ കോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിൽ കേൾക്കുന്ന ട്യൂണ് ഈ രീതിയിലായിരിക്കും. എന്നാൽ അത് ഈ ബിസി ട്യൂണ് കേട്ട് കഴിഞ്ഞാൽ ചിലരെല്ലാം നമ്മളോട് ചോദിക്കും, എന്താ നിന്റെ ഫോൺ എപ്പോഴും ബിസി എന്നുള്ള ഒരു ചോദ്യം ചിലർ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ കേൾക്കുന്ന രീതിയിൽ ഈ കേൾക്കുന്ന രീതിയിൽ സ്വിച്ച് ഓഫ് എന്ന് ആണെങ്കിൽ നമുക്കത് സാങ്കേതിക കാരണങ്ങൾ എന്തെങ്കിലും ചാർജ് ചെയ്തില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ബിസി ട്യൂണ് അവർ കേൾക്കണ്ട എന്ന് ഉദ്ദേശിക്കുന്ന കൂട്ടുകാർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എന്തായാലും നമ്മൾ സെറ്റിംഗ്സിലെ ഒരു മാറ്റത്തോടു കൂടി അത് ക്ലിയർ ചെയ്യാം. അതെന്താണെന്ന് പറഞ്ഞുതരാം. ആവശ്യമുള്ളവർ മാത്രം ചെയ്തു വെക്കുക. ഇത് വളരെ അത്യാവശ്യപ്പെട്ട സമയത്ത് മാത്രമേ ഈ സെറ്റിംഗ്സ് ചെയ്തു വെക്കാവൂ. എപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്തു വെക്കാൻ ശ്രമിക്കരുത്. കാര്യം മറ്റൊരാൾ അത്യാവശ്യ കോൾ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു രേഖയും ഇതിൽ കാണാൻ സാധിക്കത്തില്ല. മിസ്ഡ് കോളോ മറ്റോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. നമുക്ക് അവർ വിളിച്ചതായിട്ട് അറിയാൻ സാധിക്കത്തില്ല. അത് പ്രത്യേകം പറയുകയാണ്. ഇത്തരത്തിലുള്ള അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ട് എന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ ചെറിയൊരു ട്രിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഞാൻ പറയുകയാണ്, ഇത് വിവോയുടെ ഫോണാണ്. നിങ്ങളുടെ ഫോണിൽ ആ സെറ്റിംഗ്സ് എവിടെയാണെന്ന് നിങ്ങൾ ഈ സെർച്ച് ബാറിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് അത് കണ്ടുപിടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഫോണിൽ ആപ്സ് ആൻഡ് പെർമിഷൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നിങ്ങളിലും ഇങ്ങനത്തെ ഒരു ആപ്സ് ആൻഡ് പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെറ്റിംഗ്സ് കാണും. അത് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇതിൽ സിസ്റ്റം ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് കിട്ടുന്ന ആപ്സിലാണ് ഈ ഡയൽഡ് വരുന്നത്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ എന്ന് പറയുന്ന ആ ഡയൽഡ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ സെറ്റിംഗ്സുകൾ ഒരുപാട് കാണാൻ സാധിക്കും. ഇതിൽ 1-2 വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഇതിൽ നമ്മൾ കാൾ വെയിറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ഓൺ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഓൺ ചെയ്തിരുന്നത്. അത് നമ്മൾ നേരെ ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ കാൾ ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു 4 ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഈ ഫോർവേഡ് ബിൻ ബിസി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു നമ്പർ, ഇതിപ്പോൾ ഞാൻ ഒരു പഴയ നമ്പർ കൊടുത്തിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു പഴയ നമ്പർ, സ്വിച്ച് ഓഫ് ചെയ്ത ഫോണിന്റെ നമ്പർ, സ്വിച്ച് വർക്കാവാത്ത ഒരു ഫോൺ നമ്പർ ഇവിടെ കൊടുത്തതിന് ശേഷം ട്യൂൺ ഓൺ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കുക. പഴയ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ഫോണിന്റെ നമ്പറാണ്, അല്ലെങ്കിൽ സിം ഉപയോഗിക്കാത്ത നമ്പറാണ് ഈ നമ്പർ. അടുത്ത് നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മൾ ബിസി എന്ന് പറയത്തില്ല, ഇതുപോലെ സ്വിച്ച് ഓഫ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. എന്തായാലും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.